പത്തനംതിട്ട നഗരത്തിലെ ഒരു ഹോട്ടലിലാണുള്ളത്. ഹോട്ടൽ എന്ന് പറഞ്ഞാൽ നാടൻ ഭക്ഷണശാലയാണ്. രുചിയിടം എന്നാണ് പേര്. അവർ ഇന്നത്തെ പൈസ, ഇന്ന് ലഭിക്കുന്ന വരുമാനം മുഴുവൻ, ഇന്നത്തെ വിൽപ്പന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് ഈ രണ്ട് ചെറുപ്പക്കാർ അവർ നടത്തുന്ന ഹോട്ടലാണ്. ഒരു നാടൻ ഭക്ഷണശാലയാണ്. പത്തനംതിട്ട നഗരത്തിൽ തന്നെയാണ് ആ ഭക്ഷണശാലകൾ. നമുക്ക് അവരുടെ പ്രതിനിധികളോട് നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. വലിയൊരു ദുരന്തം അവിടെ നടന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പെട്ടെന്നൊരു തീരുമാനത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ കാരണം? നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് വലിയൊരു ദുരന്തം നടന്ന സാഹചര്യമാണുള്ളത്. അപ്പം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നെല്ലാം വലിയ കാര്യക്ഷമമായ ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അപ്പം നമുക്കും ഇതിൻ്റെ പങ്കാളിയാകാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇന്നിവിടെ നടക്കുന്ന വിൽപ്പനയുടെ മുഴുവൻ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാൻ ഞങ്ങൾ തീരുമാനിച്ചു. ചേട്ടാ, ഇപ്പോൾ ഈ തുക നമ്മൾ എങ്ങനെയാണ് കളക്ടർ മുഖാന്തരം എങ്ങനെയാണ് കൈമാറുന്നത്? കളക്ടർ DD എടുത്തിട്ടോ അല്ലെങ്കിൽ ബാങ്കിൽ ചെക്ക് വഴിയോ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എത്ര പൈസ ലഭിച്ചെന്ന് അടുത്ത ദിവസം പറയും. പറയാം. സോഷ്യൽ മീഡിയ വഴി അത് പുറത്തുവിടുന്നതാണ്. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഞങ്ങൾ ഇങ്ങ് വന്ന സമയത്ത് ഒരു അവിചാരിതമായ ഒരു അതിഥി ഇവിടെ ഭക്ഷണം കഴിക്കാനെത്തിയിരുന്നു. നമ്മുടെ ADM സാറാണ്, സുരേഷ് ബാബു സാർ. സാറേ, ഞങ്ങളിവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇതുപോലെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. ബോർഡ് കണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. എന്ത് തോന്നുന്നു? വലിയ മനസ്സും നന്മയും ഉള്ളവർക്ക് മാത്രമേ അതിന് കഴിയൂ. അവരെ സത്യത്തെ നമ്മൾ എത്ര പ്രകീർത്തിച്ചാലും മതിയാവില്ല. ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ട്? ഭക്ഷണം നല്ലതായതുകൊണ്ടാണ് വീണ്ടും ഇവിടെ തന്നെ വരുന്നത്. ഞാൻ സന്തോഷം തോന്നുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ അത് മനുഷ്യർ സഹായിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ പോലുള്ള ആളുകൾ സഹായിക്കുന്ന, ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുന്ന ഒരു ദുരിതാശ്വാസ നിധിയാണ്. അതിലേക്ക് സംഭാവന നൽകണമെന്ന വലിയൊരു പ്രചാരണം, ഒരു സന്ദേശം കൂടി ഇതിലൂടെ നൽകാൻ ഈ ഹോട്ടൽ ഉടമകൾ അല്ലെങ്കിൽ ഈ നാടൻ ഭക്ഷണശാലയുടെ ഉടമകൾ തയ്യാറായിരിക്കുന്നു. ആളുകൾക്ക് വലിയ സന്തോഷമുണ്ട്. അല്ലെങ്കിൽ ആളുകൾ ഈ ഭക്ഷണം കഴിക്കുന്ന ആളുകളൊന്നും തന്നെ ഇപ്പോൾ പലരും തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷേ അവർക്കൊക്കെ വലിയ സന്തോഷം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിലുള്ളത്. ആളുകൾക്ക് ഒരു വലിയ മികച്ച മാതൃക തന്നെ സൃഷ്ടിക്കുകയാണ്. നമ്മളങ്ങനെ ഒറ്റയ്ക്ക് അവരെ വിടില്ല. വയനാട്ടിലെ ചുരൽമല നിവാസികളൊന്നും, മുണ്ടക്കൈ നിവാസികളൊന്നും ഒറ്റയ്ക്ക് പറഞ്ഞു വിടില്ല. അവരെ നമ്മൾ ചേർത്ത് പിടിക്കുന്ന സന്ദേശം കേരളം ഒപ്പമുണ്ട് എന്ന സന്ദേശം തന്നെയാണ് നൽകുന്നത്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.